ഇന്നത്തെ കലാപരിപാടി ഞാൻ ഒറ്റക്കല്ല കേട്ടോ, കൂടെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പോൾ ഈ ഒരു കമ്പ് ഓർക്കാൻ വേണ്ടി വന്നതാ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ കൂടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നല്ല കമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രിപ്പ് പോവുക, അടിച്ചു പൊളിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്ന ഫീൽ വേറെ തന്നെയാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമ്പ് ഫയറും കൂടി ആയാൽ പൊളിക്കൂലേ. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയെടുത്താലോ. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഓരോരോ നിമിഷങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവം തന്നെയാണ് ഈ ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന കാര്യം. ആദ്യം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കമ്പും കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ചെറിയ പീസല്ല, എല്ലാം ഡിഫറെൻറ്റ് സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റോണുകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജില്ലിക്കല്ലാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളും നല്ലത് പുഴയിലൊക്കെ കിട്ടുന്ന സ്റ്റോണില്ല, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ജില്ലിക്കല്ലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം ഒരു സൈസിലെടുക്കാതെ ചെറിയ ചെറിയ പീസും അതേപോലെ വലിയ പീസും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജില്ലിക്കല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ജില്ലിക്കല്ലുകൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതിനൊരു നാച്ചുറൽ ലുക്കും കൂടി ഫീൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ലീവ്സ് എടുത്തിട്ടുണ്ട്. അത് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്യാമ്പ് ഫയറിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ലേ കുറച്ച് ബേണായി കിടക്കുന്ന ലീവ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ, അതേപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം മൊത്തമായിട്ട് വിതറി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതൊക്കെ അവിടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫെയറി ലൈറ്റ് വെച്ച് കൊടുക്കാം. ഒറിജിനൽ ഫയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫെയറി ലൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഫെയറി ലൈറ്റെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ക്യാമ്പ് ഫയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി വന്നപ്പോഴേക്കും എനിക്ക് കാണുമ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ആ ഒരു ഒറിജിനൽ നമ്മൾ ക്യാമ്പ് ഫയറിന് പോയാലുള്ള ആ ഒരു ഫീൽ എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ക്യാമ്പ് ഫയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട.